വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം. അധ്യായം 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. പ്രാർത്ഥനയുടെ ശക്തി. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളിൽ ഉണ്ടോ? അഥവാ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായ നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. ഇതാണ് നിയമവും പ്രവാചകന്മാരും. മനുഷ്യജീവിതത്തിൽ പ്രാർത്ഥനയുടെ പ്രസക്തിയും പ്രാധാന്യവും. മനുഷ്യജീവിതത്തെ അതിന്റെ സമഗ്രതയിൽ തന്നെ സ്പർശിക്കുന്ന യേശു നൽകിയ പെരുമാറ്റച്ചട്ടമാണ് മലയിലെ പ്രസംഗം എന്ന ശീർഷകത്തിൽ വിശുദ്ധ മത്തായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഈ പെരുമാറ്റച്ചട്ടത്തിന്റെ ഭാഗികമായ ഒരു അവതരണമാണ് ഇന്നത്തെ സുവിശേഷം. ഇവിടെ പ്രാർത്ഥനയുടെ പ്രസക്തിയും പ്രാധാന്യവും വ്യക്തമാക്കുന്നതായിട്ട് നമുക്ക് കാണാം. യേശു തുടർന്ന് പറയുന്നു, എല്ലാ മനുഷ്യരും തന്നെ നല്ലവനും സ്നേഹമഹിയുമായിട്ടുള്ള ഒരു പിതാവായ ദൈവത്തിന്റെ മക്കളാണ്. മനുഷ്യർ മക്കളെന്ന നിലയിൽ അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾ ദൈവത്തെ അറിയിക്കുന്നതിനുള്ള അവകാശവും കടമയും അവർക്കുണ്ട് എന്ന് തന്നെയല്ല, ജീവിതത്തിൽ അവർ അനുഭവിക്കാനിടവരുന്ന പ്രശ്നങ്ങള്, ആ പ്രശ്നങ്ങളുടെ പരിഹാരമാർഗം അന്വേഷിക്കാൻ വേണ്ടി അവർ ചെല്ലേണ്ടതും ഈ ദൈവത്തിന്റെ പക്കൽ തന്നെയാണ് എന്ന് യേശു വ്യക്തമാക്കുകയാണ്. ഈ അറിയിപ്പിലും അന്വേഷണത്തിലും സ്വതന്ത്ര ബുദ്ധിയോടുകൂടിയുള്ള ഒരു തരം നിർബന്ധ ബുദ്ധി തന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ് യേശു വ്യക്തമാക്കുന്നത്. ഇതിലൂടെയാണ് പ്രാർത്ഥനയുടെ വളരെ ഉന്നതമായിട്ടുള്ള ഒരു മാനം യേശു തന്റെ അനുവാചകരെ പഠിപ്പിക്കുന്നത്. നമ്മളുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളിൽ നിന്ന് അവർ നമ്മോട് സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നിർബന്ധ ബുദ്ധി കാണിക്കുന്നത് നാം പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ നമ്മുടെ പിതാവായ ദൈവവും മക്കളായ നമ്മിൽ നിന്ന് സ്വതന്ത്ര മനസ്സോടുകൂടെ നിഷ്കളങ്കമായ രീതിയിൽ ഒരു തരം നിർബന്ധ ബുദ്ധി നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുന്നതിനും നമ്മുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള അന്വേഷണത്തിനുമായി നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടതുണ്ട്. അതാണ് ശരിയായിട്ടുള്ള പ്രാർത്ഥനയുടെ ഒരു വശമെന്ന് യേശു തന്റെ അനുയായികളെ പഠിപ്പിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. തുടർന്ന് യേശു തന്റെ മക്കൾക്കായി ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും തന്നെ സ്പർശിക്കേണ്ട ഒരു ശ്രദ്ധേയമായിട്ടുള്ള നിയമവും നൽകുന്നതായിട്ട് നാം ഇന്നത്തെ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. മറ്റുള്ളവർ എങ്ങനെ നിങ്ങളോട് വർത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നിങ്ങൾ അവരോട് വർത്തിക്കുവിൻ. ഇതാണ് ആ നിയമം. ഈ നിയമത്തിന്റെ പ്രായോഗികതയും ഗുണനിലവാരവും തനിമയും കണക്കാക്കിക്കൊണ്ട് ഇന്ന് ലോകം ഇതിനെ ജീവിതത്തിന്റെ സുവർണ നിയമം എന്ന രീതിയിലാണ് ഇതിനെ അംഗീകരിക്കുന്നത്. ഈ സുവർണ നിയമത്തിന്റെ പ്രായോഗികത ഓരോ വ്യക്തിയുടെയും ജീവിതത്തിനെ സംബന്ധിച്ച് അതിന്റെ വിവിധമായിട്ടുള്ള മാനങ്ങളെപ്പറ്റി ഓരോ വ്യക്തിയും മനനം ചെയ്ത് കണ്ടെത്തി അത് പ്രായോഗികമാക്കുക എന്നുള്ളതാണ് നമ്മുടേതായിട്ടുള്ള വെല്ലുവിളി എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.